25 ആളെ ബാക്ക് ഫ്രണ്ടിലേക്കാണ് കയറി അത്ര ആവേശത്തോടുകൂടി ഫ്രണ്ടിലെ വരില്ല. ആള് സമ്മതിച്ചില്ല. ഇതാണ് വരി, ബാക്കിൽ പോയിക്കാൻ പറഞ്ഞു. ആള് ഭയങ്കര ദേഷ്യത്തിൽ മുണ്ടൊക്കെ വളച്ചു കുത്തി ആളവിടെ ബാക്കിൽ നിൽക്കാം. എന്തൊരു രസത്ത് ആളിന് ചോദിച്ചു എന്താ പ്രശ്നം എന്ന് ചോദിച്ചു. ഒന്നും പറഞ്ഞില്ല. ദേഷ്യപ്പെട്ട് മുഖമൊക്കെ ചുമന്ന് നിൽക്കണം. ലാസ്റ്റ് 24 പേരും കഴിഞ്ഞ് 25ാമത്തെ ആളായിട്ട് ആള് കറണ്ട് ബില്ല് അടയ്ക്കാൻ ഇതുമാതിരി കൗണ്ടറിൽ ആളിരിക്കുന്നുണ്ട്. ഈ ഒരു അല്ല ഗ്രില്ലൊക്കെ ഉണ്ട്, അല്ലെങ്കിൽ പിടിച്ച ആളെ തല്ലിയാണ് ചിലപ്പോ, മനസ്സിലായി. അതുകൊണ്ട് ആളെ ബില്ല് ഇങ്ങനെ കാണിച്ചു. അപ്പൊ ആള് കമ്പ്യൂട്ടറിൽ അടിച്ചു നോക്കിയിട്ട് പറഞ്ഞു 2000 രൂപ. ഇദ്ദേഹം ഈ പൈസ പോക്കറ്റിൽ നിന്ന് എടുത്തിട്ട് അദ്ദേഹത്തെ കാണിച്ചു. ഈ പൈസ മേടിക്കാൻ നിന്നപ്പോ മേടിക്കാനായിട്ട് പോകുന്ന സമയത്ത് ഈ പൈസ കൊണ്ട് വലിച്ചു. ആര്? ഈ കറണ്ട് ബില്ല് അടയ്ക്കാൻ പോയ ആള്. എന്താണെന്ന് ചോദിച്ചു. അയാൾ വീണ്ടും കൈ കാണിച്ചു, പൈസ കൊടുത്തു. ഈ പൈസ മേടിക്കാനായിട്ട് ആള് കൈ പിടിച്ചു. അവിടെ ഇരുന്ന ആൾക്ക് ദേഷ്യം വന്നു. ബാക്കിൽ ഇഷ്ടംപോലെ ആളുകൾക്കുണ്ട്. ആള് പറഞ്ഞത് എന്താ കളിക്കാൻ തമാശാളിയെ പൈസ തരാൻ പറഞ്ഞു. ആള് വീണ്ടും കാണിച്ചു, മേടിക്കാൻ പോകുന്ന അടുത്ത് വലിച്ചു. ആള് കസേരന്ന് ചാടി എന്നിട്ട് താൻ എന്തിട്ടാണ് കാണിക്കുന്നത്? അപ്പൊ നിനക്കിപ്പോ ദേഷ്യം വരുന്നല്ലേ? എന്റെ വീട്ടിലെ കറണ്ട് വരുന്നത് ഇതുമാതിരിയാണ്, എനിക്ക് സൗകര്യം, എനിക്ക് ഇതുമാതിരി തരാനുള്ള സൗകര്യമുള്ളൂ. പല ആളുകളും മീറ്റിങ്ങിന് വരുന്ന ഓണത്തിന് സംക്രാന്തിക്ക, എന്നിട്ട് പറയണം എന്റെ ബാഗുകളിൽ പൈസ വരുന്നില്ല എന്ന്. പറയുന്നത് നമ്മൾ എന്താണോ ചെയ്യുന്നത് അതേപോലെ തന്നെയാണ് ആർസിയും നമുക്ക് തരുള്ളൂ. കൂടുതൽ പഠിച്ചാൽ കൂടുതൽ പൈസ, കൂടുതൽ കഴിവ് നമ്മൾ ജനങ്ങളിലേക്ക് പറഞ്ഞു കൊടുത്താൽ, ഒരു കഴിവ് കൂട്ടിയാൽ കൂടുതൽ പൈസ. അപ്പൊ ഓണത്തിന് സംക്രാന്തിക്കും ചെയ്താൽ മതി. അത് വരും പോവും കറണ്ട്. അതുപോലെ പൈസ ചിലപ്പോ വരും, ചിലപ്പോ വരില്ല. നമ്മൾ എങ്ങനെയാണോ ആർസിമിനെ കണ്ടിരുന്നത് അതുപോലെയാണ് TCG നമ്മുടെ പോക്കറ്റിൽ പൈസ തരുള്ളൂ. JRCM